പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്ന ഈ ടൈറ്റിൽ എഫക്റ്റ് നമുക്കെങ്ങനെ പിക്സൽ ലാബിൽ ചെയ്യാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പിക്സൽ ലാബിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഈ കളർ ടൂൾ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി അതിനുശേഷം ടെക്സ്റ്റിൻ്റെ ഇവിടെ ഈ എന്നുള്ള ഐക്കൺമേൽ ക്ലിക്ക് ചെയ്ത് പ്ലസ് എന്നുള്ള ടെക്സ്റ്റ് ഐക്കൺമേൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് എന്ന ബട്ടൺമേൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഞാൻ ഇവിടെ 2026 എന്ന ഇതിനെയാണ് എഫക്റ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ 2 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സൈസ് ഫുള്ളായിട്ട് കൊടുത്തു. ഇനി അതിന് നമ്മളൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മോൺസ്റാറ്റ് ബ്ലാക്ക് എന്ന ഫോണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മോൺസ്റാറ്റ് ബ്ലാക്ക് എന്ന ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ കുറച്ച് ഭാഗം കട്ടായിട്ടുണ്ട്. അപ്പോൾ ആ കട്ടായത് നമുക്ക് ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇവിടെ പാഡിങ് ഉള്ളത് നമ്മൾ പാഡിങ് കുറച്ച് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് പാഡിങ് 3 ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിന് കളർ കൊടുക്കേണ്ടത് വൈറ്റ് കളറാണ്. ഇത് ഓൾറെഡി വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ വൈറ്റ് കളർ കൊടുത്തു. നമ്മളിതിനെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് സെൻട്രലായിട്ട് ഇങ്ങനെ വെച്ചു. ഈ ലൈന് സെൻട്രലായിട്ടുള്ള ഇതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഷാഡോ എന്നുള്ളത് ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ ഷാഡോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എനേബിൾ ചെയ്യുക. എന്നിട്ട് ഷാഡോ കളറ് ബ്ലാക്ക് കൊടുക്കുക. ഒപ്പാസിറ്റി 100 വേണ്ടത്. ബ്ലർ റേഡിയസ് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുക, 50 വരെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്ത് വീണ്ടും കോപ്പി കൊടുക്കുക. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് ആ 2 എന്നുള്ളതിനെ നമ്മൾ 0 ആക്കുക. ആ 0 ആക്കിയതിന് ശേഷം നമ്മളിതിനെ വീണ്ടും സെൻട്രലായിട്ട് കൊടുക്കുക. അതായത് ഈ ലൈനിൻ്റെ സെൻട്രലായിട്ട് വരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സെൻട്രലായിട്ട് എടുത്തതിന് ശേഷം ടു ബാക്ക് എന്ന് കാണാം, അതിനെ ബാക്കിലേക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ധാരണ കിട്ടി എങ്ങനെ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി വീണ്ടും നമ്മൾ ഈ 2 എന്നുള്ളത് കോപ്പി എടുക്കുക, ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുക. വീണ്ടും സെൻട്രലായിട്ടൊന്ന് അലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും ഈ 2 എന്നുള്ളതിനെ കോപ്പി എടുക്കുക, എഡിറ്റിൽ പോയിട്ട് അതിനെ 6 ആക്കി കൊടുക്കുക. ഓക്കെ, 2026 എന്ന് വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ ചെയ്തു. ഇനി നമ്മളിതിനെ വീണ്ടും സെൻട്രലായിട്ട് അലൈൻ ചെയ്യുക, എന്നിട്ട് ടു ബാക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് ഈ 2നെ ടു ബാക്ക് എന്ന് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇതിനെയും ടു ബാക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കൊടുത്തിട്ട് ടെക്സ്റ്റ് കളറ് ബ്ലാക്ക് കൊടുക്കാം. എല്ലാ ടെക്സ്റ്റ് കളറും ബ്ലാക്ക് കൊടുക്കുക. ഷാഡോ കളർ വൈറ്റ് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊരു അഭിപ്രായമാണെങ്കിലും മോശപ്പെട്ടതാണെങ്കിലും എങ്ങനെ വേണമെന്നുള്ളതൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.